നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനായി ക്രിസ്തുദേവൻ സ്വയം വരിച്ച പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ക്രിസ്തു അനുഷ്ഠിച്ച മഹാത്യാഗത്തിന്റെ സ്മരണയുടെ ദിനം പശ്ചാത്താപത്തിനും അനുസ്മരണത്തിനുമുള്ള അവസരമായി കരുതപ്പെടുന്നു. കാൽവരിയിലേക്ക് മനുഷ്യപുത്രൻ മരക്കുരിശുമായി നടത്തിയ പീഡാസഹന യാത്രയുടെ ഓർമ്മയിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി നടന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥപൂർവം തുടച്ചു മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം
വിരിച്ചതാ മേലങ്കി നീയവേ രാജാദി ഉള്ളു പീഡഞ്ഞതൽ പാടുവാ മൃത്യുവാൽ മൃത്യുരാജൻ വാഴ രാജാദി രാജൻ വാഴ നിമിഷം നമുക്ക് നമ്മുടെ എല്ലാ പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുക. ഈ ദുഃഖവെള്ളിയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നാം വരയ്ക്കുന്ന കുരിശടയാളവും നാം ധരിക്കുന്ന കുരിശ് രൂപവും നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ദേവാലയങ്ങളിലും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കുരിശു രൂപങ്ങളും രക്ഷയുടെ കവചമാണെന്നുള്ള കാര്യം മറക്കരുത്. വെറും അലങ്കാരത്തിനോ വെറും അടയാളത്തിനോ ഉള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ കവചമാണ്. നമ്മുടെ ജീവിതത്തിലെ കുരിശുകള് അത് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള പാതയാണ്. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം, അപ്രകാരം കുരിശുകളെ ഉൾക്കൊള്ളുവാൻ, കുരിശ് രക്ഷയുടെ അടയാളമെന്നുള്ള ബോധ്യത്തോടുകൂടെ അവയെ സ്വീകരിക്കുവാൻ കൃപ നൽകണമേ എന്ന് ഈ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ സമൂഹങ്ങളോടും നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കേരളത്തിൽ LDFന് ജനങ്ങളുമായാണ് ഡീലുള്ളതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ വിജു കൃഷ്ണൻ. LDF സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച LDF പൊറത്തിശ്ശേരി മാപ്രാണം മേഖല തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PC രഘു അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദു, CPI ജില്ലാ കൗൺസിൽ അംഗം P മണി, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് TK വർഗീസ്, JDS മണ്ഡലം പ്രസിഡന്റ് രാജു പാലത്തിങ്കൽ, NCP മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് മണപ്പെട്ടി, RL ശ്രീലാൽ, ജീവൻ ലാൽ, രാജൻ പുല്ലരിക്കൽ, MB രാജു മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. കർണാടകയിൽ BJP നടപ്പിലാക്കിയ നയം ആദ്യം നടപ്പിലാക്കിയത് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരിക്കുന്നത്. ഇന്ന് തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വന്നുകൊണ്ട് ഇവിടെ UDFന്റെ മാനിഫെസ്റ്റോ റിലീസ് ചെയ്തു. എന്തൊക്കെയോ വാഗ്ദാനങ്ങളുണ്ട്. ഈ കേരളത്തിൽ 62 ലക്ഷത്തിലധികം പേർക്കാണ് ഓരോ മാസവും 2000 വെച്ച് ക്ഷേമ പെൻഷൻ നൽകുന്നത്. അത് 3000 ആക്കും എന്നാണ് LDFന്റെ വാഗ്ദാനം. ഇന്ന് കോൺഗ്രസും അത് 3000 ആക്കും എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? രേവന്ത് റെഡ്ഡി തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ 2500 നൽകുമെന്ന് പറഞ്ഞ ആളാണ് തെലങ്കാനയിൽ. ആ 2500 ഇതുവരെ നൽകി തുടങ്ങിയില്ല. അയാൾ ഇവിടെ വന്ന് പറയുന്നത് 3000 നൽകുന്നു. ഇതാണ് UDFും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ കേരളത്തിൽ ഇരിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും, നാസിക്കിൽ നിന്ന് മുംബൈയിലോട്ട് നടന്ന കിസാൻ ലോങ് മാർച്ച്. ഇതിനടുത്ത് പാൽഗഡിലും വീണ്ടും നാസിക്കിൽ നിന്ന് മുംബൈയിലോട്ട് ലോങ് മാർച്ച് നടന്നു. ആയിരക്കണക്കിന് 50,000-ലധികം കർഷകർ, കൂടുതലും സ്ത്രീകളും ആദിവാസി കർഷകരുമാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. ചെരുപ്പില്ലാതെ പൊള്ളുന്ന വെയിലത്ത് മാർച്ച് 6-ാം തീയതി തുടങ്ങി 12-ാം തീയതി 186 കിലോമീറ്റർ നടന്ന്. വീട്ടിലെ ലൈബ്രറി 2026 ഏർപ്പെടുത്തിയ ഓർമ്മക്കുറിപ്പുകൾക്കുള്ള സാഹിത്യ പുരസ്കാരത്തിന് സജ്ന ഷാജഹാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാവൽപ്പഴ മധുരങ്ങൾ, മഴ എന്നീ കൃതികൾക്കാണ് പുരസ്കാരം. സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ആതിര അങ്കിറസ്, ഡോക്ടർ KM മഞ്ജുള എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ മാസം തന്നെ പുരസ്കാരം സമർപ്പിക്കുമെന്ന് വീട്ടിലെ ലൈബ്രറി കോർഡിനേറ്റർ റഷീദ് കാറളം പറഞ്ഞു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.